നിന്നാണത്രേ, ജസീറത്തുൽ അറബിൽ നിന്നാണത്രേ മസീഹുദ് ദജ്ജാൽ വരുന്നത്. ഇന്നഹു റജുലുൻ മിൻ അഹ്ലി ഹാദിഹിൽ ജസീറ, ഈ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡ, അറേബ്യൻ പെനിൻസുല, ആ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ്, ഇന്നൽ മസീഹുദ് ദജ്ജാൽ അന്നൽ മസീഹുദ് ദജ്ജാൽ യദ്ഖുലു കുല്ല ബലദിൻ ഇല്ലാ മക്കത വൽ മദീന, മക്കയിലേക്കും മദീനയിലേക്കും ഒഴികെ ലോകത്തിന്റെ എല്ലാ നഗരങ്ങളിലേക്കും മസീഹുദ് ദജ്ജാൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ അരികത്തേക്ക് അവൻ എത്തുമ്പോൾ ജലസ ഫീ ബഅൽ സിബാഖി ഫർതജ്ജത്തിൽ മദീന, മദീനയുടെ അരികത്തേക്ക് എത്തുന്ന പരിസരങ്ങളിൽ അവൻ വന്നിരിക്കുമ്പോഴേക്കും മദീനയിലൊരു ഭൂകമ്പമുണ്ടാകും. ഔ റജഫത് സലാസ റജ്ഫാത്തിൻ, 3 ഭൂകമ്പങ്ങൾ മദീനയിൽ ഉണ്ടാകും. അപ്പോഴേക്കും മദീന അപകടമാണ്, മദീനയിൽ ഭൂകമ്പമാണ് എന്ന് പറഞ്ഞ് മദീനയിലെ എല്ലാ മുനാഫിക്കുകളും വിശ്വാസിനികൾ കപടന്മാരായവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് ഓടും. ഫഖറജ ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. അങ്ങനെയാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. ആ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത് ജസീറത്തുൽ അറബിലെ മദീനയിലെ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നാസു യുഫ്തനൂൻ, ജനങ്ങൾക്ക് അല്ലാഹു വലിയ പരീക്ഷണം നൽകും മസീഹുദ് ദജ്ജാലിലൂടെ. فيخرج إليه شاب من المدينة هو خير أهل الأرض يومئذ, മദീനയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മസീഹുദ് ദജ്ജാലിനെ നേരിടാൻ മുന്നോട്ട് വരും. ഹുവ ഖൈറു അഹ്ലിൽ അർളി യൗമഇദ്, ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും അയാൾ. മസീഹുദ് ദജ്ജാലിനെ കൊല ചെയ്യുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. പക്ഷേ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത്, ആദ്യമായി പരാജയപ്പെടുത്തുന്നത് മദീനയിലെ ഒരു യുവാവായിരിക്കും. ആ യുവാവ് അന്നത്തെ ഏറ്റവും നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ വഖഫ അമാമൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ, ഭയങ്കര ഫിത്തനയാണ് മസീഹുദ് ദജ്ജാൽ. ലോകത്ത് ഇതുവരേക്കും ഇത്ര വലിയൊരു ഫിത്തന ലോകത്ത് നടന്നിട്ടില്ല എന്നാ. കാരണം മഴ പെയ്യട്ടെ എന്നങ്ങ് പറഞ്ഞാൽ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും ചെയ്യും. സ്വർണവും ഖനികളും ഭൂമിനുള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വരും. ഇപ്പോൾ പെട്രോളും ഡീസലൊക്കെ വരട്ടെ എന്നൊക്കെ വന്ന് പറയും. ചിലപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവൻ പറയും ഞാൻ പടച്ചവനാണെന്ന് വിശ്വസിക്കണേ എന്ന് പറയും. അപ്പം മാജിക്ക് കണ്ട് വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ പോകും. അതുകൊണ്ടാണ് ഇസ്ലാം മാജിക്ക് കൊണ്ടല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് അറിവും ജ്ഞാനവും കൊണ്ടാണ്. അത്ഭുതങ്ങൾ പലർക്കും ചെയ്യാൻ പറ്റും. മുസ്ലിമീങ്ങൾക്ക് ചെയ്യും, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ചെയ്യും, പിശാചിൻ്റെ സഹായം കൊണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്ഭുതം കാണുമ്പോൾ പിന്നാലെ ഓടരുത് എന്നാണ്. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ പിശാചിനും കാണിക്കാൻ പറ്റും. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, അതാണ് നമ്മുടെ പിടിക്കയർ. ഇസ്ലാം ശരീഅത്ത് മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂ, ശരിയായ ദീൻ അറിയാൻ പറ്റും. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്നാണ്. സ്വാലിഹീങ്ങളും ആലിഫീങ്ങളും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും കറാമത്തുകൾ കാണിക്കും, അത് സത്യമാണ്, അതിൻ്റെ പിറകെ കൂടണം. പക്ഷേ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണിക്കുന്നത് അതൊരു പക്ഷേ ഇസ്തിദ്റാജ്. മഹാന്മാർ പറഞ്ഞു അതിൻ്റെ പേര് ഇസ്തിദ്റാജ്. എന്താണ്? ചൂണ്ടൽ പ്രയോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരയിട്ട് കൊടുക്കാൻ ചില ആളുകളെ പിടിക്കാൻ. മസീഹുദ് ദജ്ജാൽ അത് ചെയ്യും, അപ്പോൾ ആളുകൾ പിന്നാലെ കൂടും. ഈ മനുഷ്യൻ മസീഹുദ് ദജ്ജാലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ അഖ്ബറനാ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് താക്കീത് ചെയ്ത മസീഹുദ് ദജ്ജാലാണ് നീ എന്ന്
ആ ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് പറയും, നീ മസീഹു ദജ്ജാലാണ്. മസീഹു ദജ്ജാൽ ഭയങ്കര ഹൈറ്റുള്ളൊരു മനുഷ്യനാണെന്നാണ്. ഒരു കണ്ണ്, വലത്തെ കണ്ണ് തീരെ ഇല്ല, കണ്ണിൻ്റെ കുഴി പോലും ഇല്ല, ഐ ക്യാവിറ്റി ഇല്ല. അതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ കവിള് പൊങ്ങിപ്പോയ പോലെ തോന്നുള്ളൂ. ഒരു കണ്ണുണ്ട് ഇടത്തേത്, അതാണെങ്കിലോ മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണാണ്. തീർച്ചയായും അള്ളാഹു ഒരു ന്യൂനതയും ഉള്ളവനല്ല. അതുകൊണ്ട് മസീഹു ദജ്ജാൽ അള്ളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയ്ക്ക് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റുമായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് എഴുന്നേറ്റെന്ന് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? 2 സൗകര്യമാണ്. ഒന്ന്, തിരക്കുള്ളവർക്ക് എണീറ്റ് പോകാം. രണ്ടാമത്തേത് സംഭാവന ചെയ്യണേ. കൊടുക്കുമ്പോൾ നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ചെയ്യണേ, സംഭാവന ചെയ്യണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലെ മദ്രസയും പള്ളിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായത്. ഇപ്പം ഉസ്താദന്മാർ നന്നായിട്ട് സംഭാവന പിരിച്ച് നന്നായിട്ട് ലക്ഷങ്ങൾ സദസ്സിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. അത് ഭയങ്കര സേവന അവർ ചെയ്യുന്നത്. അത് നിസ്സാരമായി കണ്ടുകൂടാ. എന്നെക്കൊണ്ടത് പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ അങ്ങനെ അവരത് ചെയ്തത് കൊണ്ടാണ് എത്രയോ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും ഇന്ന് കയറിയത്, അല്ലേ? അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊരു കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പള്ളി മദ്രസ ഉണ്ടാവുമോ? എല്ലാവരും പിന്നെമാർ വെറും വയലറിഞ്ഞു പോയിട്ട് എന്താ കാര്യം? എന്തെങ്കിലുമൊക്കെ പള്ളി കമ്മിറ്റിക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ? അല്ലേ? ഇപ്പോൾ ഉസ്താദ് വന്നു, ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല, മൈക്കും ചിലവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയില്ലേ? അപ്പോൾ ബാക്കി ഉസ്താദന്മാരൊക്കെ കാര്യമായിട്ട് ആ പണി ചെയ്യുന്നുണ്ട്. എനിക്കത് പറ്റാത്തൊരു പണിയായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് സംഭാവന ചെയ്യണം. ഉസ്താദന്മാർ ചോദിക്കുമ്പോൾ കൊടുക്കണം. കാരണം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ദീൻ നിലനിന്ന് പോകുന്നത്. അതൊന്നും ചെറിയ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദാനധർമ്മങ്ങളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു അതിൻ്റെ ബറക്കത്ത് തരട്ടെ. മക്കളിലും കുടുംബത്തിലും അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നൽ മസീഹ ദജ്ജാല യദ്ഖുലു കുല്ലൽ ബിലാദി ഇല്ലാ മക്കത വൽ മദീന. മക്കയും മദീനയും ഒഴികെ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലേക്കും മസീഹു ദജ്ജാൽ എത്തുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായി മസീഹു ദജ്ജാലിനെ നേരിടുന്നത്. അപ്പോൾ മസീഹു ദജ്ജാലിനെ പിടിക്കുകയാണ്, അവനെ ചലഞ്ച് ചെയ്യാൻ. നീ മസീഹു ദജ്ജാലാണ്, നിന്നെക്കുറിച്ചാണ് പുണ്യനബി ഞങ്ങളോട് പറഞ്ഞത് എന്ന് മസീഹു ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ, മദീനയിലെ അന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹു ദജ്ജാൽ പറയും, ഈ ചെറുപ്പക്കാരനെ ഞാനൊന്ന് കൊന്നു കാണിക്കട്ടെ എന്ന് ചോദിക്കും. ഞാനൊന്ന് കൊല ചെയ്യട്ടെ, എന്നിട്ട് ഇവനെ ഞാൻ 2 പാതിയാക്കി നിർത്തും. എന്നിട്ട് ആ 2 പാതിൻ്റെ ഇടയിലൂടെ ഞാൻ നടക്കും. എന്നിട്ട് ഞാൻ അവന് ജീവൻ കൊടുക്കും. ഞാൻ പടച്ചോനാ, നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കണേ, ഈ ചെറുപ്പക്കാരന് 2 പാതിയാക്കി മുറിച്ച്, ജീവനോടെ മുറിച്ച്, അവൻ്റെ ഇടയിലൂടെ അവങ്ങ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീ യോജിപ്പിച്ചു വാ എന്ന് പറയും. അപ്പം കൂടുള്ള ആളുകൾ മുഴുവനും എന്നാ ഞങ്ങൾ വിശ്വസിക്കും. അങ്ങനെയൊക്കെ മരിപ്പിച്ചിട്ട് ജീവിപ്പിക്കാൻ കഴിയാതെ പടച്ചവന് മാത്രമല്ലേ കഴിയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഇവൻ്റെ മാജിക്ക് നോക്കിയാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ദുന്യാവിൽ അള്ളാനെ കാണാൻ കഴിയില്ല, പിന്നെ മുമ്പ് നിൽക്കുന്നൊരു മനുഷ്യൻ ഞാൻ പടച്ചവനാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അവനാണെങ്കിൽ ഒറ്റക്കണ്ണനാണ്, അവറാണ്, അള്ളാഹു ന്യൂനതയുള്ളവനല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പിന്നെ അവൻ്റെ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഖ ഫ റ, 3 അക്ഷരങ്ങളുണ്ട്. അവൻ പടച്ചവനെ നിഷേധിക്കുന്നവനാണ്. ഇത് എല്ലാ മുഅ്മിനീങ്ങൾക്കും വായിക്കാൻ കഴിയും. അറബി വായിച്ച് പഠിച്ചാലും ഇല്ലെങ്കിലും ഈമാനുള്ളവർക്ക് മുഴുവൻ ഇത് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരാണെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് അറബി ഒന്നും പഠിച്ചിട്ടുണ്ടാകും. അപ്പോഴാണ് മസീഹു ദജ്ജാൽ വരുന്നത്. എന്നാലും അവൻ്റെ നെറ്റിയിലെ കഫറ എന്ന വാചകം അവർക്ക് വായിക്കാൻ കഴിയുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ, ചെറുപ്പക്കാരനായ മദീനയിലെ ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ ഫയഖ്റുജു ഇലൈഹി ശാബുൻ മിനൽ മദീന,
മദീനയിലെ ഒരു യുവാവ് ഇവന്റെ മുമ്പിലേക്ക് ചെല്ലുകയും മസീഹു ദജ്ജാലിന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് താക്കീത് തന്ന ആളാണ് നീ എന്ന് പറയുകയും ചെയ്യുമ്പോ ഈ മനുഷ്യനെ നിർദാക്ഷിണ്യം 2 പാതിയാക്കി ഇവൻ മുറിച്ചു മാറ്റുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയും ഖും, എഴുന്നേൽക്ക്. 2 പാതിയായി ചോരയൊലിച്ച് കിടക്കുന്ന ശരീരം, മുറിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഖും എന്ന് പറയുമ്പോ ഫയസ്തവി ഹയ്യൻ ബിഇദ്നില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ആ ചെറുപ്പക്കാരന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് മസീഹു ദജ്ജാൽ ചോദിക്കും അതഷ്ഹദു അന്നീ അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ് എന്ന് നിനക്കിപ്പോ ബോധ്യപ്പെട്ടുവോ? അപ്പൊ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി നമ്മൾ ആലോചിക്കണം. മാജിക് കാണുമ്പോൾ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെടുന്ന അവസ്ഥ വരരുത്. വല്ലാഹി മസ്ദത്തു ഫീക ഇല്ലാ ബസീറ, നീ കള്ളനാണ് എന്ന് എനിക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. لأن الرسول صلى الله عليه وسلم أخبرنا بذلك, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പുണ്യനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു, ആ മനുഷ്യനെ കൊല്ലാൻ അവൻ തുനിയും. ഫലാ യുസല്ലതു അലൈഹി, അവനത് സാധിക്കുകയില്ല. ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ അല്ലാഹു ഇരുമ്പിന്റെയോ ചെമ്പിന്റെയോ ഒരാവരണം അല്ലാഹു അണിയിക്കുകയാണ് ചെയ്യുക. അങ്ങനെ മസീഹു ദജ്ജാൽ അവനെ കൊല ചെയ്യാൻ, അവിടെ നിന്നാണ് മസീഹു ദജ്ജാലിന്റെ പതനം ആരംഭിക്കുന്നത്. അങ്ങനെ ഫയുഗാദിറുൽ മദീനത മഖ്ദൂലൻ മഹ്സൂമാ, പരാജിതനായി മദീനയിൽ നിന്ന് അവൻ ഓടുകയാണ് ഉണ്ടാവുക. എന്നിട്ടാണ് ഷാമിലേക്ക് പോകുന്നത്, ഫലസ്തീനിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഈസ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജസീറത്തുൽ അറബ് ഇസ്ലാമിന്റെയും ഈമാനിന്റെയും അടിസ്ഥാന ഈറ്റില്ലമാണ്. അവിടം അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന ആബിദീങ്ങളെ ഉണ്ടാകാവൂ, അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ 1ാമത്തെ വസിയ്യത്ത്. 2ാമത്തേത്, പുണ്യനബി തങ്ങൾ രോഗശയ്യയിൽ പനി ബാധിച്ച് കിടക്കുകയാണ്. ഫി ഹുജറത്തി ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ, ഹുജറത്തു ശരീഫയിൽ, ആ പരിശുദ്ധമായ റൂമിൽ. അതാണല്ലോ ഹബീബിന്റെ ഖബർ എന്ന് പറയുന്നത്, അൽ ഹുജറത്തു ശരീഫ, പരിശുദ്ധമായ റൂം. ആരുടെ റൂം? ആയിഷ ബീവിന്റെ റൂം. അമ്പിയാക്കന്മാർ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് അവരുടെ ഖബർ കുഴിക്കേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കാൻ അവിടെ നിന്ന് മാറ്റാൻ പറ്റും, പക്ഷേ ഖബർ ആ മരിച്ച അതേ സ്ഥലത്ത് കുഴിക്കണം. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു റൂമിൽ ഹബീബിനെ മറവ് ചെയ്യാൻ കാരണം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലൻ നാസ് വകശഫ സതാറത ബൈനഹു വബൈനഹും. പുണ്യനബി തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അവസാന ദിവസം, തിങ്കളാഴ്ച ദിവസം അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ നബി തങ്ങളുടെയും മസ്ജിദുൻ നബവിയുടെയും ഇടയിൽ ഒരു ചെറിയ ജനവാതിലുണ്ട്, ഒരു ചെറിയ ജനൽ. ആ ജനലിന് ഒരു മറയുണ്ട്, ഒരു തുണിയുടെ മറയുണ്ട്. ആ മറ നബി തങ്ങൾ നീക്കി. ഫറആഹും സുഫൂഫാ, സ്വഹാബികളെല്ലാം സുബഹിക്ക് സഫായി നിൽക്കുകയാണ്. അവരുടെ ഇമാം പുണ്യനബി തങ്ങൾ സ്വഹാബികളെ കാണുന്നു ഇമാമിന്റെ പിറകിൽ നിൽക്കുന്നത്. പുണ്യനബി തങ്ങൾ എങ്ങനെയോ അവിടെ നിന്ന് എഴുന്നേറ്റു, മദീന പള്ളിയിൽ ചെന്ന് കാലുകുത്തി. അതായത് റൂമിൽ നിന്ന് കാല് വെക്കുന്നത് പള്ളിയിലേക്കാണ്. മദീന പള്ളിയും ഹബീബിന്റെ റൂമും തമ്മിൽ ഒരു വാതിലാണ്. ആ വാതിൽ തുറന്ന പള്ളിയാണ്. ഇപ്പുറത്തെ വാതിൽ തുറന്ന പുറത്തേക്ക് പോകാം. പുണ്യനബിയുടെ വീടിന്റെ 2 വാതിൽ, ഒന്ന് പുറത്തേക്ക് ഒന്ന് പള്ളിക്കുള്ളിലേക്ക്. തങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. തങ്ങൾക്ക് നടക്കാൻ വലിയ പ്രയാസമുണ്ട്. അന്നൊരിക്കൽ ഹബീബാ നബി തങ്ങൾ അവരോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. ഇനി അല്ലാഹു തആല നുബുവത്തിനെ അവസാനിപ്പിക്കുകയാണ്, പ്രവാചകത്വം അവസാനിക്കുകയാണ്. ഇനി ഒരു പ്രവാചകൻ ലോകത്ത് വരാനില്ല. ഇനി ബാക്കിയുള്ളത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം. എന്താണ് പറഞ്ഞത്? മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ
അർറുഇയ സ്വാലിഹ, നല്ല നല്ല സ്വപ്നങ്ങളെ ഇനി ബാക്കിയുള്ളൂ. യറാഹർ റജുലുൽ മുസ്ലിം, മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന സത്യസന്ധമായ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ട്. വഹയുണ്ടാവില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഹയിന് വരില്ല. ഞാൻ വഫാത്താവുകയാണ് എന്ന് ഹബീബായ നബി തങ്ങൾ മറ്റൊരു വാക്കിലൂടെ പറഞ്ഞതുപോലെയാണിത്. ഇനി ബാക്കിയുള്ളത് സ്വപ്നങ്ങൾ മാത്രമാണ്, സത്യസന്ധമായ സ്വപ്നം. യറാഹർ റജുലുൽ മുസ്ലിമു ഔ തുറാലഹു, മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ കാണുന്ന, അവർക്ക് കാണിക്കപ്പെടുന്ന സത്യസന്ധമായ സ്വപ്നങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ വ ഇന്നി നുഹീതു അൻ അഖ്റഅൽ ഖുർആന റാകിഅൻ ഔ സാജിദാ, അറിയണേ, നിസ്കരിക്കുമ്പോൾ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതരുത് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. റുകൂഇൽ നിങ്ങൾ തസ്ബീഹാണ് ചൊല്ലേണ്ടത്. ഫഅള്ളിമു ഫീഹി റബ്ബ്, അതായത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്നാണ് പറയേണ്ടത്. സുജൂദിലാണെങ്കിലോ ഫദ്ഉ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. അവിടുത്തെ ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി. നിങ്ങൾക്ക് അവിടെ ദുആ ഇരിക്കുകയും ചെയ്യാം. ഫഖമിനുൻ അയ്യുസ്തം, ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ, ഇമാം സുജൂദ് നീട്ടുകയാണെങ്കിൽ മനസ്സിൽ ദുആ ഇരിക്കാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചെന്ന ദുആകൾ ചൊല്ലാം. അറബിയിൽ നമുക്ക് മലയാളം പറയാൻ പറ്റൂല. നിസ്കാരത്തിൽ നിസ്കാരം ബാത്തുലാകും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന പുണ്യ നിബിധങ്ങൾ വാരിദായ ഹദീസുകളിൽ നിന്ന് വന്ന വിശുദ്ധ ഖുർആനിലെ ദുആകൾ നമുക്ക് സുജൂദിൽ ചൊല്ലാൻ പറ്റും, നമുക്ക് ഓതാൻ പറ്റും. അല്ലെങ്കിൽ മനസ്സിലോതുക. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സ്ഥലമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി അവസാനിച്ചു. വഹി കഴിഞ്ഞാൽ ഇനി സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണാനുണ്ട്. സത്യസന്ധമായ സ്വപ്നം. കാണാത്ത സ്വപ്നം ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ധാന്യമണികൾക്ക് കെട്ടിടാൻ അള്ളാഹു നാളെ പറയുന്ന 2 അരിമണി എടുത്തിട്ട് എങ്ങനെ കെട്ടിയിടുക? അത് കയറ് പോലും അല്ലല്ലോ. കാണാത്തത് കണ്ടു എന്ന് പറയാൻ പാടില്ല. സത്യസന്ധമായ സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങൾക്ക് കാണിക്കപ്പെടും. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ എന്നവരോട് പറഞ്ഞു, ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം, ഇദ്ഹബ് ബിനാ ഇലാ ഉമ്മി ഐമന നസൂറുഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ ബീവിയെ നമുക്കൊന്ന് പോയി കണ്ടാലോ. തങ്ങൾ വഫാത്തായ നേരം, മദീന മുഴുവൻ ഇരുൾ മൂടിയ നേരം, മദീനയിലെ ആളുകൾ സ്വഹാബിമാർ അവർ പറയുകയാണ്, കൂട്ടം തെറ്റിപ്പോയ ആടുകളെപ്പോലെ ഞങ്ങൾ നടക്കുമായിരുന്നു. ബോധല്ലാണ്ട് നബിയാണ് പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് നഷ്ടമായി. ഏതെല്ലാം വേവലാദികൾ, വിഷമങ്ങൾ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അള്ളാഹു തന്നിരുന്ന റബ്ബിന്റെ നിധിയാണ് നഷ്ടമായത്. സ്വഹാബിമാർ ആ ഒരു ഷോക്കിൽ അൻഖർനാ നുഫൂസനാ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരിയാതെയായി. അങ്ങനെ നടന്ന സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരോട് പറയുകയാണ്, ഉമറേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ ബീവിയെ നിബിതങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നല്ലോ. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹാ, ജീവിച്ചിരിക്കുന്ന കാലം പുണ്യ നബി ഉമ്മു ഐമൻ ബീവിയെ ചെന്ന് കാണും. അത് നബിയുടെ പോറ്റുമ്മയാണ്. ആ ബീവിയെ നമുക്കൊന്ന് പോയി കണ്ടാലോ, തെല്ലൊരു ആശ്വാസം നമുക്ക് ലഭിച്ചേക്കാം എന്ന് ഹബീബിന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖ് തങ്ങൾ ഉമർ എന്നവരോട് ഉമ്മു ഐമൻ ബീവിയുടെ വാതിൽക്കൽ മുട്ടുന്നു. ബീവി വാതിൽ തുറന്നു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും റളിയല്ലാഹു അൻഹു സ്വഹിബാ റസൂലില്ലാഹ്, പുണ്യ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, സ്വാഹിബൈൻ, അവരാണ് വന്നിരിക്കുന്നത്. ബീവി 2 പേരെയും കണ്ടപ്പോഴേക്കും ഹബീബിനെ ഓർമ്മ വന്നു. ഖനഖത്ഹൽ അബ്റ, തൊണ്ടയിടറി കണ്ണുനീരുകൾ ഒലിക്കാൻ തുടങ്ങി. വഅസ്ബലത് ദുമൂഉഹാ വബകത്, കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുന്നു. അവര് വർത്തഅദത് ഇൻദഹും, പിടക്കാൻ തുടങ്ങി, വിറക്കാൻ തുടങ്ങി. ഉമ്മു ഐമൻ ബീവി, നോക്കണം, നബി തങ്ങളുടെ ഉമ്മയാണ്, പോറ്റുമ്മയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നിഴലായി വലതും ഇടതും നടന്നിരുന്ന സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരുമാണ് വന്നിരിക്കുന്നത്.
طالما حكى رسول الله مشيت أنا أبو بكر وعمر جلست أنا وأبو بكر وعمر ഞാനും അബൂബക്കറും ഉമറും പോകുമ്പോൾ, ഞാനും അബൂബക്കറും ഉമറും ഇരിക്കുമ്പോൾ, ഞാനും അബൂബക്കറും ഉമറും നടന്നു പോകുമ്പോൾ എന്നൊക്കെ നബി തങ്ങൾ എത്ര തവണയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ എന്നവരുടെയും പേരെടുത്തു പറയുന്നത്. ആ ഹബീബിന്റെ നിഴലായി നടന്ന രണ്ടുപേരെ കണ്ടപ്പോ പുണ്യ നബിയെ ഓർക്കുകയാണ്. ഏതൊരു പുണ്യപുമാനായിരുന്നോ ഉമ്മു ഐമൻ ബീവി മുലയൂട്ടിയത്, പാല് കൊടുത്ത് വളർത്തിയത്, നബിതങ്ങളെ വളർത്തിയ ഉമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബിനെ ഓർമ്മ വന്നു. അപ്പൊ അവര് ചോദിച്ചു, യാ ഉമ്മ ഐമൻ മാ യുബ്കീകി, എന്തിനാണ് ഉമ്മു ഐമനെ നിങ്ങൾ കരയുന്നത്? എന്തിനാ കരയുന്നത്? അമാ തഅലമീൻ, റസൂലുള്ളാഹി തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നത് ശരി തന്നെയാണ്. എന്നാൽ അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഇടയിൽ ഈ ചൂടും തണുപ്പും വിശപ്പും ദാഹവും കഷ്ടപ്പാടും സഹിച്ച് നബിതങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ നബിതങ്ങൾക്ക് ഖൈറ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോയതല്ലേ. അവിടെ നബിതങ്ങൾക്ക് സ്വർഗമല്ലേ, റഫീഖുൽ അലയിലേക്കല്ലേ നബിതങ്ങൾ പോയത്. ഉമ്മു ഐമനെ എന്തിനാ നിങ്ങൾ കരയുന്നത്? യാ അല്ലാഹ്, കൊച്ചു മക്കൾ മരിക്കുമ്പോഴേ അതൊന്നും സഹിക്കാൻ കഴിയില്ല. ഉമ്മമാർ വലിയ വേദനയായിരിക്കും ഇത്. എന്നാലും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ ഈ ഒരു കാര്യം പറയാണ്. പുണ്യ നബിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരും ഉണർന്നവരും ഉമ്മു ഐമൻ ബീവിയോട് പറയാ, നിങ്ങൾ എന്തിനാ കരയണത്? അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹിൻ്റെ അടുത്തേക്കല്ലേ പോയത്, വിഷമിക്കേണ്ടതുണ്ടോ? അപ്പോൾ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു. 6 മാസമായപ്പോൾ പാല് കൊടുക്കുമ്പോൾ പാല് ധരിപ്പക്കാർ കുഞ്ഞ് മരിച്ചു. അങ്ങനെയൊക്കെയല്ലേ എത്ര സംഭവങ്ങളുണ്ട്. അള്ളാഹുവേ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് കലന്തർ, അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടി മരിച്ചത് അങ്ങനെയാണ്. കുഞ്ഞിനെ ജീവനോടെ കാണാൻ പോലും പറ്റില്ല. ദുബൈയിൽ നിന്ന് നാട്ടിലെത്തുന്നവന് കുഞ്ഞിൻ്റെ മയ്യത്ത് കാണാനാണ്. അള്ളാഹു ആ കുട്ടിയെ അവർക്ക് സ്വർഗത്തിൽ കാണാൻ കഴിയുന്ന കുട്ടിയാക്കി കൊടുക്കട്ടെ. ഈ ചെറിയ മക്കളെ അവരുടെ കെയർ ടേക്കർ ആരാന്നറിയോ? ചെറിയ മക്കൾ സ്വർഗത്തിലാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിക്കുന്ന മുഴുവൻ മക്കൾ, അത് മുസ്ലിമല്ലാത്തവരുടെ മക്കളടക്കം സ്വർഗത്തിലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാ നോക്കണമെന്നറിയോ? ചെറിയ മക്കളെ ഖിയാമത്ത് നാളാകുന്നത് വരേക്കും അവരെ നോക്കി വളർത്തുന്നത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മിഅ്റാജിൻ്റെ രാവിൽ പുണ്യ നബി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ഒരുപാട് മക്കളെ കണ്ടു. ജിബ്രീലേ, ഇതെന്താ, ആരായത്? ഇത് നിങ്ങളുടെ ഉപ്പയാണ്, വല്യുപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ കുട്ടികളോ മുസ്ലിമീങ്ങളിലെ കുഞ്ഞുങ്ങളായി മരിച്ചുപോയവരാണ്. അവരെ നോക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അവർക്ക് വേണ്ട എല്ലാ സന്തോഷവും അവിടെ നൽകപ്പെടുന്നുണ്ട്. സ്വർഗലോകത്തേക്ക് അല്ലാഹു ആ മക്കളെ ആനയിച്ചെത്തിക്കുന്നത് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശലോകത്ത് അവരെ പരിപാലിക്കുന്നുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു. അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെന്ന് ഖലീലുല്ലാഹി എന്ന് അള്ളാഹു പറഞ്ഞ ആ നബിയുടെ അരികത്തേക്കല്ലേ എൻ്റെ കുഞ്ഞു പോയത്. എൻ്റെ കയ്യിൽ, എൻ്റെ വീട്ടിൽ ഞാൻ പരിപാലിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ നബിയായ ഇബ്രാഹിം നബി എൻ്റെ കുഞ്ഞിനെ നോക്കുമല്ലോ എന്ന് സമാധാനിക്കുക. അത് ഹഖീഖത്താണ്, അത് ഉള്ളതാണ്. നമുക്കൊരാശ്വാസം കിട്ടാൻ അള്ളാഹു മനസ്സിന് ക്ഷമ കൊടുക്കട്ടെ. എളുപ്പമല്ല, നമുക്ക് പറയുന്നത് പോലെയൊന്നും ഒരു കുഞ്ഞിൻ്റെ മരണമൊന്നും ഒരു ഉമ്മാക്കും വാപ്പാക്കും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ആലോചിച്ചൂടെ? നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ ആ മരണം ഹബീബിൻ്റെ മരണത്തോട് തുലനം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തോളം ഉള്ള ഒരു വിഷമം നമുക്ക് നമ്മുടെ വീട്ടിൽ ആര് മരിച്ചാലും ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മുടെ മാതാപിതാക്കളെക്കാളൊക്കെ നമ്മൾ നബിയല്ലേ സ്നേഹിക്കുന്നത്. ആ റസൂൽ വഫാത്തായില്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചാലും വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, റസൂലുള്ളാഹി തങ്ങൾ മരിച്ചോളൊന്നും എത്തൂലല്ലോ. തങ്ങൾ വഫാത്തായില്ലയോ? തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ എൻ്റെ മരണം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള മരണം നിങ്ങൾക്ക് സമാധാനപ്പെടാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിലേക്ക് തിരിച്ചു വരാം. തങ്ങളുടെ വസിയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമാണ് നുബുവത്ത് കഴിഞ്ഞു, ആകാശത്ത് നിന്ന് വഹി വരില്ല, പക്ഷേ സത്യസന്ധമായ സ്വപ്നങ്ങളുണ്ടാകും. അപ്പോൾ ഉമ്മു ഐമൻ ബീവി കരഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ എന്നവരും
യാ ഉമ്മ ഐമൻ മാ യുബ്കീകി, ഉമ്മ ഐമനെ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? അമാ തഅലമീന അന്നമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതിനേക്കാളൊക്കെ റസൂലുള്ളാഹിക്ക് ഖൈർ. അള്ളാഹിൻ്റെ അടുക്കൽ പോകൽ തന്നെയല്ലേ. തങ്ങൾ വഫാത്തായതിൽ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. ഉമ്മയോടാ പറയണം, ഉമ്മയുടെ സ്ഥാനം പോറ്റുമ്മയാണ്. അപ്പൊ ബീവിയുടെ മറുപടി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അമാ അന്നി അഅലമു അന്നമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലില്ലാഹ്, എനിക്കറിയാം അല്ലാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഖൈറായത് അള്ളാഹിന്റെ അടുക്കൽ പോയത് തന്നെയാണ്. ഞാൻ കരയുന്നത് പുണ്യനബി തങ്ങൾ വഫാത്തായതോടുകൂടെ ആകാശലോകത്ത് നിന്ന് വരുമായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് നിന്നുപോയില്ലയോ? എത്ര അറിവുകളാണ് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, എത്ര ഇൽമുകളാണ് വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. ഏതെല്ലാം വിഷയങ്ങൾക്ക് പരിഹാരങ്ങളായി, ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആൻസറുകൾ നബി തങ്ങൾ നൽകുമായിരുന്നുവല്ലോ. അള്ളാഹു നൽകുന്ന വഹിയല്ലയോ അത്? ആ അറിവ് നിലച്ചു പോയില്ലയോ? ആ അറിവ് നഷ്ടപ്പെട്ടു പോയില്ലയോ? ഇനിയൊരു വഹി വരില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ഇവിടെ മഹാന്മാര് പറയും ഇത് ഉമ്മു ഐമൻ ബീവിയുടെ ഫിഖ്ഹാണ് എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ വഫാത്തിലുള്ള വേദന ഇല്ലാത്തത് കൊണ്ടല്ല, ആ വേദനയെക്കാളും വലിയ നഷ്ടമാണ് തങ്ങളിലൂടെ ലഭിക്കുമായിരുന്ന അറിവ് നഷ്ടമായത്. അറിവ് വലുതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളൊക്കെ ജോലി ചെയ്ത് ടയർഡായിരിക്കില്ലേ? ഒന്ന് പോയി കിടന്നുറങ്ങേണ്ട സമയമാണ്. അറിവ് വലിയൊരു സംഗതിയാണ്. അതില്ലെങ്കിൽ നമ്മൾ എന്തിനാ പറ്റുക? നമ്മളും മൃഗങ്ങളും എന്ത് വ്യത്യാസമുള്ളത്? അത് കിട്ടുന്നിടത്ത് പോയി പഠിക്കണം. ആ അറിവ് നഷ്ടമായില്ലയോ? വലാകിന്നി അബ്കി ഇൻഖിതാഅൽ വഹി മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വഹി വരുമായിരുന്ന വഹിയല്ലയോ നമുക്ക് നഷ്ടമായത്? അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ അരികത്ത് പോയത് തന്നെയാണ് ഖൈർ. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്, അല്ലാഹു അല്ലേ സൂറത്തുൽ ദുഹയിൽ പറയുന്നത്, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്. നബിയേ, അല്ലാഹു അങ്ങേക്ക് തരും, അങ്ങേക്ക് ഇഷ്ടമാകുന്നവരെ, അങ്ങ് മനം പൊരുത്തപ്പെടുന്നവരെ. നബി തങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനമാവില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷമാകുന്നവരെ അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ ഉമ്മത്തികളിൽ ഒരാൾ പോലും നരകത്തിലില്ലാതെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ മനസ്സിൽ സ്നേഹിക്കുക, നല്ലോണം സ്നേഹിക്കുക. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കച്ചവടത്തെക്കാളും വീടിനേക്കാളും ഒക്കെ നിബിതങ്ങളെ സ്നേഹിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞു സൂറത്ത് തൗബ. ഖുൽ ഇൻ കാന ആബാഉകും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കളെക്കാളൊക്കെ റസൂലുള്ളാഹിനെ നമുക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? നമ്മുടെ മക്കളെ കാണാൻ നമ്മൾ വീട്ടിലേക്ക് ഓടി വരുന്നത്. മക്കളെ നമ്മളെ കാത്തിരിക്കുന്നു. ഇനി പോട്ടെ, മക്കളൊന്നും ആയിട്ടില്ല, നമ്മളെ ഉമ്മയും ഉപ്പയും, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കൂട്ടുകാർ, പെൺകുട്ടികളെ, നിങ്ങളുടെ കൂട്ടുകാരികൾ, അവരെക്കാളൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഉറപ്പന്നെ? ശരിക്കും പറയാനായിട്ടില്ല അല്ലേ? ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാ. റബീഉൽ അവ്വലിൽ കുട്ടികൾ ഇങ്ങനെ വേദ പറയും, സ്റ്റേജ് വന്നില്ല, യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. അപ്പം അത് ശരിക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ ധൈര്യം വരുന്നില്ല. നമ്മളുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അങ്ങനെ തന്നെ ആണോ? ആവണ്ടേ? ആവണം. ആവണ്ടേ? എല്ലാവരെക്കാളും ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടാൻ, എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ ഹബീബിൻ്റെ ചാരം കിട്ടിയാൽ മതി. പുണ്യനബി തങ്ങളാണ് എൻ്റെ എല്ലാം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഈമാൻ പൂർത്തിയാവും. അതുകൊണ്ട് മുഹിബ്ബീങ്ങളായ ആളുകൾക്ക്
ഭയങ്കരമായ സമാധാനം, അവരുടെ മുഖത്ത് ഭയങ്കര വെളിച്ചുണ്ടാവും. മദീനയിൽ ചെന്നാൽ ഒരുപാട് മുഹിബ്ബുർ റസൂലുള്ളാഹി തങ്ങളെ ഹിബ്ബ് വെക്കുന്ന ഒരുപാട് മഹാന്മാർ അവിടെ സമ്മേളിക്കും. നല്ല മുഖപ്രകാശമുള്ള, നമ്മുടെ നാടേതാണ് എന്ന് പോലും അറിയാത്തവർ, ബഹുമാനപ്പെട്ട സയ്യിദ് സഫ്വാൻ തങ്ങളവറുകൾ, ഏഴിമല സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഞങ്ങളുടെ പയ്യന്നൂർ അപ്പുറത്താണ് വരുന്നത്, ഏഴിമലയിൽ നിന്ന്. അതുകൊണ്ട് തങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വഴിമാറുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം ഫോട്ടോ കോപ്പിക്കാർക്ക് കച്ചവടമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും സംഭവം. എന്നിട്ട് ഉമ്മാർ പേപ്പർ എടുത്ത് കുട്ടി എനിക്കൊരു 150 കോപ്പി. അപ്പോൾ അയലോക്കക്കാർ എനിക്ക് വേണടി 150 കോപ്പി അല്ലെ പുര പുളിഞ്ഞാടുന്നാണ് പറഞ്ഞത്, എന്നാൽ എനിക്കൊരു 150 കോപ്പി. അങ്ങനെ തലിംവാലില്ലാത്ത സ്വപ്നത്തെക്കുറിച്ചല്ലേ ഈ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഷെയ്ഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മുക്രി തന്നെ ഇമാമൻ അവിടെ ഇല്ലായിരുന്നു അന്ന് മക്കത്ത്. ഈ സംഭവം ഇറങ്ങുന്നത് കുറേ ഇടക്കിടക്ക് വരാറുണ്ട് ഈ നോട്ടീസ്, ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട്, അങ്ങനെ ആയിക്കോളി ഇങ്ങനെ ആയിക്കോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതല്ല സത്യസന്ധമായ സ്വപ്നം. സത്യസന്ധമായ സ്വപ്നം മുബശ്ശിറാത്താണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് നൽകിയ ചില വസിയ്യത്തുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. വമാ മലക്കത് ഐമാനുക്കും. പുണ്യനബി നമുക്ക് ഏൽപ്പിച്ചു തന്ന ഹബീബിൻ്റെ വസിയ്യത്താണ്, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. ബോട്ടിലാണെങ്കിലും കപ്പലിലാണെങ്കിലും കരയിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ നേരമായാൽ ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണേ. അസ്വലാ എവിടെയാണെങ്കിലും. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ ശരിക്കും നോക്കേണമേ. അതിൽ അടിമകളുണ്ട്, ജോലിക്കാരുണ്ടാകാം, നിങ്ങളുടെ ഭാര്യമാര്, മക്കള്. നിങ്ങൾ അവരെ ശരിക്കും നോക്കണേ, അവരെ പരിപാലിക്കണേ, അവരെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുതേ എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാഉം മാത്രമല്ല, സുന്നത്തുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും മരണം ആസന്നമാകുന്ന നേരത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. ഈ പറഞ്ഞ ഹദീത്ത് മരിക്കണ വരെ മറക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ വിജയത്തിൻ്റെ താക്കോലാണ്. നമ്മൾ എന്തൊക്കെ ഗുരുത്തക്കേട് ജീവിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കണം, തൗബ ചെയ്യണം. എങ്ങാനും നമ്മൾ മരണമാസന്നമാകുന്ന നേരത്ത് ലോകത്തോട് വിട പറയുകയാണ്, ഒരു ഡെഡ്ലി ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്, സങ്കല്പിക്കുക. കുറച്ച് നേരമൊക്കെ ബോധം ഉണ്ടാവും. വലിയ ആക്സിഡൻ്റൊക്കെ ആയ ഒന്ന് വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നേരമുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല എന്ന്, അപ്പോഴേക്കും തിരിച്ച് വീഴും ചെയ്യും. ആ ഒരു നേരം നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. എൻ്റെ റബ്ബനിക്ക് മാപ്പ് തരും, എൻ്റെ റബ്ബനിക്ക് പുറത്തു തരും. ഞാൻ എൻ്റെ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. ഖബറിലേക്ക് നീങ്ങുന്ന എൻ്റെ യാത്ര എൻ്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. എൻ്റെ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കൂല. അള്ളാഹു എനിക്ക് മാപ്പ് തരും. അല്ലാഹുമ്മ ഗ്ഫിർലി, മാപ്പ് തരണേ എന്ന് റബ്ബിനോട് ചോദിച്ച് അള്ളാഹു പുറത്തു തരും എന്ന് തന്നെ വിചാരിക്കണേ. ഏത് തെറ്റുകൾ? നിങ്ങളും പടച്ചവനും തമ്മിലെ തെറ്റുകൾ അങ്ങനെയാണ്. നിങ്ങളും പടപ്പുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ഉത്തർന്ന് ഇങ്ങനെ എഴുതുന്ന കുട്ടികളോട് പറയുന്നത്, ഇത് എഴുതാനും ഭയങ്കര രസം, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ എഴുതി വിടുക, കുറേ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുക, കുറേ ലൈക്ക് ഇങ്ങനെ കിട്ടുക. പച്ച ഗീബത്തും നമീമത്തും എഴുതി വിടുന്നത് മനുഷ്യന്മാരെ കുറിച്ച്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിക്കുക? അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ആരൊക്കെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയത് അവരൊക്കെ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ആവേശം കിട്ടണമെങ്കിൽ ഇത് എഴുതിക്കോളി എന്ന് പറയുമ്പോൾ ആവേശം ഉണ്ടാവുള്ളൂ. ഞാനതല്ല പറയുക.
മോശപ്പെട്ടത് എഴുതരുത്, ഗീബത്ത് നമീമത്തുകൾ എഴുതരുത്. സയ്യിദന്മാർ, തങ്ങന്മാർ, ആലിമീങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, ഒരു ശ്രാമ്യപ്പള്ളി പോലും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളൊക്കെ കുതിര കയറാൻ വേണ്ടി വരിക. ചെയ്യരുത്. എന്ത് ഗുരുതരമായ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാണ്ടിരുന്നോ. ചെയ്തവർ അവരുടെ അമല് കൊണ്ട് അവർ രക്ഷപ്പെടും. നീയോ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളും പടച്ചോനും തമ്മിലുള്ള വിഷയം അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക, അള്ളാഹ് പുറത്തു തരും. പടപ്പുകൾ തമ്മിലുള്ളതോ അവരോട് പൊരുത്തപ്പെടിക്കണ്ടേ മരണത്തിൻ്റെ മുമ്പ്? അതിന് സാധിക്കണമെന്നുണ്ടോ? നിങ്ങൾ എഴുതി വിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് എത്രയായിരം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഡിലീറ്റ് അടിച്ചാലും അതെന്ത് ചെയ്യും? പലരും അപ്പോഴേക്കും സേവ് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ അക്കൗണ്ടിലല്ലേ ആ പാപഭാരങ്ങൾ വരുന്നത്? അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് ഹു ഈസ് ദ റിയൽ ബാങ്ക്രപ്റ്റ്? നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ ആരാണ്? പൈസ ഇല്ലാത്തവനും വീട് കുത്തിരിച്ചു പോയവനൊന്നും അല്ല. ഈ നന്മകളുമായി എല്ലാ നന്മകളും കൊണ്ട് പരലോകത്തേക്ക് എത്തി. പക്ഷെ അവിടെ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്, ചോര ചിന്തിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും, റബ്ബേ ഇവൻ എന്നോട് പൊരുത്തപ്പെടിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ഹക്ക് വേണം. അവൻ ചെയ്ത മുഴുവൻ അമലും ഇവർക്ക് അങ്ങനെ കൊടുത്ത് തീരും. പരാതിക്കാർ ബാക്കിൽ വേറെയുണ്ട്. അപ്പോൾ കൊടുക്കാൻ നന്മയില്ല. അവരുടെ തെറ്റുകൾ ഇവൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ ഈ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടും. അവനാണ് പാപ്പരായവൻ. നല്ല സ്വാലിഹായ അമലുകളുമായി വന്നവനാ. പക്ഷെ നാവിനും വിരലിനും ലൈസൻസ് ഇല്ല. വിരലെന്ന് പറഞ്ഞപ്പോൾ ടൈപ്പ് ചെയ്യാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ലൈസൻസ് ഇല്ലായിരുന്നു. അമൽ നഷ്ടപ്പെടും. പിന്നെ അപ്പം കരഞ്ഞിട്ട് കാര്യമില്ല. വലാകിന്നകും ലാ തുഹിബ്ബൂന നാസിഹീൻ. ശുഐബ് നബി പറയാ, ഉപദേശിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? നല്ലത് പറഞ്ഞവർ ഇഷ്ടമല്ലല്ലോ. ഇല്ല, നിങ്ങൾ എഴുതിക്കോ എന്നാണ് പറയണം. നിങ്ങൾ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോ എന്ന് പറയുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നല്ലേ? നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയുന്നവരെ നിങ്ങൾ എന്താ ഇഷ്ടപ്പെടാത്തത്? ശുഐബ് നബിയുടെ ചോദ്യമാണത്. വലാകിന്നകും ലാ തുഹിബ്ബൂന നാസിഹീൻ. അഹ്സിനുൽ ظن بالله لا يموتن أحدكم إلا وهو يحسن الظن بالله. അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. മരണമാസന്നമാകുമ്പോഴെങ്കിലും, മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണം. വാപ്പയോ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ മരിക്കുകയാണ്, രോഗശയ്യയിലാണ്, സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. ഈ ദുന്യാവിൻ്റെ കഷ്ടപ്പാടും വേദനയും എല്ലാം കഴിഞ്ഞ് അള്ളാഹു നിങ്ങളെ പറ്റി നല്ലത് വിചാരിക്കണേ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. കാരണം അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി വഅന മഅഹു ഹൈസു യദ്കുറുനി. എന്നെപ്പറ്റി എങ്ങനെയാണോ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ്. അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചാൽ അള്ളാഹു അങ്ങനെയാണ്. മക്കളൊക്കെ നന്നാവും, എൻ്റെ മക്കളെ അള്ളാഹു നന്നാക്കി തരും എന്ന് വിചാരിച്ചോ, മക്കളെ അള്ളാഹു നന്നാക്കി തന്നിരിക്കും. നേരെ മറിച്ച് സ്കൂളിൽ പോകുന്ന കാലത്ത് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, ആൺകുട്ടികളായും പെൺകുട്ടികളായാലും. എൻ്റെ മകൻ പോയി, എൻ്റെ മോള് പോക്കാൻ, അവളിഞ്ഞ് നന്നാവില്ല, അവൻ നന്നാവില്ല, അള്ളാഹ് ഇനി ഓന് ഹിദായത്ത് കൊടുക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കാര്യങ്ങൾ ചിലപ്പോൾ ആ വഴിയിലേക്ക് നീങ്ങിയേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലതേ പറയാവൂ, മക്കൾക്ക് വേണ്ടി നല്ലതിനെ ദുആയിരക്കാവൂ. അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി വഅന മഅഹു ഹൈസു യദ്കുറുനി. എവിടെയെല്ലാമാണ് അവൻ എന്നെക്കുറിച്ച് ഓർക്കുന്നത്, ഞാൻ അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ സാമീപ്യം അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിലുണ്ട്. നല്ലത് വിചാരിക്കണം. അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചാൽ നല്ലതാണ് സംഭവിക്കുന്നത്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അവരെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത്, അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണ്. ഖാലൂ, ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകറാഹിയത്തുൽ മൗത്ത്. മരണത്തെ വെറുക്കുന്നതിനെയാണോ നബിയെ പറയുന്നത്? ഞങ്ങളൊക്കെ മരിക്കാൻ വെറുക്കുന്നവർ തന്നെയല്ലേ? നമുക്കൊക്കെ തോന്നുന്നില്ല ഇപ്പൊ മരിക്കണ്ട എന്ന്.
അങ്ങനെ വന്നാൽ അള്ളാഹുവിന് ഞങ്ങളെ കാണാൻ വെറുപ്പാണ് എന്നാണോ അർത്ഥം? ഫകുല്ലുനാ യക്റഹുൽ മൗത്ത് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യവാൻ നബി തങ്ങൾ പറഞ്ഞു, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നൽ അബ്ദൽ മുഅ്മിന, സത്യവിശ്വാസിയായ ഒരാൾ, ഇദാ ഹുളിറ, ആ മനുഷ്യന് മരണമാസന്നമായാൽ, ബുശ്ശിറ ബിറഹ്മത്തിൻ മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നു എന്ന് മലക്കുകൾ ആ മനുഷ്യന് ചെന്ന് പറഞ്ഞു കൊടുക്കും. ഫഫരിഹ, മരിക്കാൻ പോവാണ്, മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും സ്വർഗം, ഇങ്ങോട്ടാ പോരുന്നിട്ടോ, വരുന്നില്ലേ? അപ്പോൾ സന്തോഷിക്കും. അപ്പോൾ ഉപ്പ പുഞ്ചിരിക്കും. അപ്പോൾ പറയില്ല, ചില മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ എന്തൊരു പുഞ്ചിരിയായിരുന്നു ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഉപ്പാക്ക്, ഇങ്ങനെ പുഞ്ചിരിച്ചൊരു മയ്യത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്വർഗം കാണുമ്പോൾ അവർ സന്തോഷിക്കും. ഫഫരിഹ വഅഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോരുന്നോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിനെ കാണാൻ ആ മയ്യത്ത് കൊതിക്കും. ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു, ആ ആളെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മരണമാസന്നമാകുന്ന നേരം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയം നിർണ്ണയിക്കപ്പെടുന്ന സമയമാണത്. അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു നല്ല ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഇടയിലുള്ള ഈ ഓട്ടാണ് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വരാവുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻഡിങ് പോയിന്റ് ഇവിടെ ആയിരിക്കണം. വഇന്നൽ കാഫിറ ഇദാ ഹുദിറ ബുശ്ശിറ ബിസഖത്തിൻ മിനല്ലാഹ്, പടച്ചവനെ നിഷേധിക്കുന്നവർ, അങ്ങനത്തെ ചില ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കയറിയിട്ട് കമൻ്റ് ഇട്ട് അതിനൊക്കെ തംസപ്പും കൊടുത്ത് ലൈക്കും ചെയ്ത് അവരുടെ കൂടെ കൂടി നടന്നവർ, ഇദാ ഹുദിറ, മരണം അവർക്ക് ആസന്നമാകുമ്പോൾ, ബുശ്ശിറ ബിസഖത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ കോപം അവർക്ക് വരുമെന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും. വഅദാബ്, നരകത്തിൻ്റെ അദാബിൻ്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാനില്ല ഫകരിഹ ലിഖാ അല്ലാഹ്, ആ ഒരു തീയിൻ്റെ ചൂടിലേക്ക്, തീജ്വാലകളിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ദൈവനിഷേധികൾ ആർത്ത് നിലവിളിക്കും. വകരിഹല്ലാഹു ലിഖാഅഹു, ആ മനുഷ്യനെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാകും എന്ന് പുണ്യ റസൂൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. യാ റബ്ബി ഇൻ അലുമത് ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅളമു. യാ റബ്ബി ഇൻ അലുമത് ദുനൂബി കസറതൻ فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المذنب ربي دعوتك ما أمرت تضرعا فإذا رددت يدي فمن ذا يرحم. അല്ലാഹുവേ, പാപങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയ ഞങ്ങൾ പാപികൾക്ക് മുട്ടാനുള്ള വാതിൽ നിന്റേതല്ലയോ റബ്ബേ? ആ വാതിൽ നീ അടച്ചു പൂട്ടിയാൽ ഏത് വാതിലാണ് റബ്ബേ ഞങ്ങൾ ചെന്ന് മുട്ടുന്നത്? അള്ളാഹുവിൻ്റെ ബാബിലല്ലേ നമുക്ക് മുട്ടാൻ കഴിയൂ. അതുകൊണ്ട് റബ്ബിനോട് മാപ്പ് ചെയ്തു തരാൻ പറയും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഫഹൽ അസൈതും إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم أفلا يتدبرون القرآن أم على قلوب أقفالها. പുണ്യ നബി തങ്ങൾ ചെയ്ത വസിയത്ത്, നമ്മൾ നൂഹ് നബിൻ്റെ വസിയത്ത് കഴിഞ്ഞു. 2 സൂക്ഷിക്കണം, 2 ചെയ്യണം, 2 ചെയ്യരുത്. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും വസിയത്ത് ചെയ്തത് പുണ്യ നബിയുടെ വസിയത്തുകളിലൂടെയാണ് വരുന്നത്. നിസ്കാരത്തെക്കുറിച്ച്, മുബശ്ശറാത്തുകളെക്കുറിച്ച്, ജസീറത്തുൽ അറബിൽ ദീനിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്. ഇനി ഇതാ അർഹാമക്കും, ഹബീബായ നബി അവസാനം പറഞ്ഞ ഹബീബിൻ്റെ ചില വാക്കുകളാണിത്, ഹദീസുകളാണ്. അർഹാമക്കും ഹദീസാ, ചെറിയ ഒറ്റ വാക്കേ ഉള്ളൂ. അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുതേ. ചോരബന്ധങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണമേ. മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വെറുപ്പിക്കലും ചില ഉണ്ടാവും.